ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റിലെ ഒളിച്ചുകളി എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു കൊച്ചു കവിതയാണ്. ഇതെഴുതിയത് എൻ കുമാരനാശാനാണ്. അദ്ദേഹത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറ്റു കവിതകൾ ഏതെങ്കിലും നിങ്ങൾക്കറിയാമോ? അതിന് മുന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഈ കവിതകൾ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ധാരാളം കവിതകളുണ്ട്. നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, കരുണ, ചണ്ഡാലഭിക്ഷുകി എന്നിവ. ഇതിൽ ചണ്ഡാലഭിക്ഷുകിയുടെ 2 വരി കവിത ഞാൻ ചൊല്ലാം. നിങ്ങളിത് കവിത കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണേ. തോമ തേടും തൻ പാള കിണറ്റിലെ ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൻ ശ്രീമനാഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൻ. ഈ കവിതയാണ് ചണ്ഡാലഭിക്ഷുകി എന്ന അതിമനോഹരമായ കവിത. അതുപോലെ തന്നെ കരുണയിലെ 2 വരികളാണ്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥിതൻ കിഴക്കരികിൽ. ഈ കവിതകളെല്ലാം തന്നെ കുമാരനാശാൻ്റെ പ്രശസ്തമായ കവിതകളിലെ ചില വരികളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആധുനിക കവിത്രയത്തിൽപ്പെട്ട പ്രശസ്തനായ കവിയാണ്. ഇദ്ദേഹം കുട്ടികൾക്കായി എഴുതിയ ഒരു കവിതയാണ് 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. കവിതയുടെ പേര് പുഷ്പവാടി. പുഷ്പവാടി എന്ന കവിതയിലെ 2 വരികൾ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 2-ാം ക്ലാസ്സിലൊക്കെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലെയും കുട്ടികൾക്കൊക്കെ ആയിട്ട് അതിലെ 4 വരികൾ ഇതിന് മുൻ വർഷത്തെ പുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു. കവിത നിങ്ങൾക്ക് കേട്ടാൽ ഓർമ്മ വരും. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുള്ളി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി മണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ഇങ്ങനെയാണ് പുഷ്പവാടിയുടെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ പാടിയത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ കവിതയൊന്ന് നോക്കാം. ഇവിടെ ആരെക്കുറിച്ചാണ് ഈ കവിത എന്ന് കണ്ടെത്തൂ. അവിടെ ഈ കവിതയിൽ ഒരു ഒളിച്ചുകളിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കവിതയിൽ ഒളിച്ചിരിക്കുന്ന ആൾ, ആ ജീവി ഏതാണ്? ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിച്ചു വയ്ക്കലുണ്ട്. അത് കണ്ടെത്തൽ ഒരു രസകരമാണ്. ഇവിടെ ഈ കവിതയിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കവിത ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം ആ ആൾ ആരാണെന്ന്, ആ ജീവി ഏതാണെന്ന് മനസ്സിലാവും. നമുക്കൊന്ന് നോക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്ക തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമർക്കബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്രരൂപനാരിവൻ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമർക്കബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്രരൂപനാരിവൻ.
കവിത നല്ല താളമിട്ട് ചൊല്ലും. ഒരു പ്രത്യേക താളത്തിലാണ് ഞാനിവിടെ ആലപിച്ചത്. നിങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കവിത നല്ല ഈണത്തിൽ ചൊല്ലി പഠിക്കണം. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ വരികളിലെ തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തളിർത്ത്, വൃക്ഷം നല്ല തളിർത്ത് ഉലഞ്ഞു നിൽക്കുന്നു. അത് കാറ്റിൽ ആടി നിൽക്കുന്നതാണ്. അതിൻ്റെ മരത്തിൻ്റെ കൊമ്പിൽ നാലു ഭാഗത്തേക്കും സൂര്യരശ്മി പോലെ നീണ്ട നൂലുകൾ കൊളുത്തിയിരിക്കുന്നു. അതു കണ്ടാൽ എന്ത് തോന്നും? കുളത്തിനുള്ളിൽ കാണപ്പെടുന്ന അർക്കബിംബം, അല്ലേ, സൂര്യബിംബം പോലെയുണ്ട്. ഇതെന്താ ചെയ്യുന്നേ? കാറ്റത്ത് ആടുന്നു. ഇത് വല വിരിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? വിചിത്ര കണ്ണി വച്ചെഴും വിചിത്രരൂപനാരിവൻ, കൗതുകം തോന്നിക്കുന്ന രൂപത്തോടു കൂടിയ ഇവൻ ആരാണ്? അപ്പോൾ തളർത്ത് നിൽക്കുന്ന മരം അത് കാറ്റിൽ ആടി ഉലയുന്നു. അതിൻ്റെ കൊമ്പിൽ നാലു ഭാഗത്തേക്കും സൂര്യരശ്മി പോലെ നീണ്ട നൂലുകൾ കൊളുത്തിയിരിക്കുന്നു. അത് കണ്ടാൽ എന്ത് തോന്നും? കുളത്തിനുള്ളിൽ കാണപ്പെടുന്ന, നമ്മളൊരു കുളത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ സൂര്യൻ്റെ ബിംബം പ്രകാശിക്കുകയാണെങ്കിൽ ആ സൂര്യബിംബം പോലെ തോന്നുന്നു. ഈ വല കണ്ടാൽ വല വിരിച്ചാണ് അതിരിക്കുന്നത്. കൗതുകം തോന്നുന്ന ആ രൂപത്തോടു കൂടിയവൻ ആരാണ്? ഇതാണ് ഈ പാഠത്തിൻ്റെ അർത്ഥം. ഇവിടെ കുറച്ച് പദങ്ങൾ അതിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? തളിർത്തെന്ന് പറഞ്ഞാൽ എന്താ? പുത്തൻ ഇലകളോട് കൂടി നിൽക്കുന്ന വൃക്ഷം, അല്ലേ? അങ്ങനെ അതിനെയാണ് നമ്മൾ തളിർത്ത് നിൽക്കുന്ന മരം എന്ന് പറയുന്നത്. ശാഖയെന്ന് പറഞ്ഞാൽ കൊമ്പ്. ബിംബം, രൂപം. ഉലയുക എന്ന് വെച്ചാൽ കാറ്റിലിങ്ങനെ ആടുക, അല്ലേ? ആടി ഉലഞ്ഞു നിൽക്കുക. രശ്മി, പ്രകാശം. തരുക്കൾ, വൃക്ഷം. അർക്കൻ, സൂര്യൻ. വിചിത്രരൂപൻ, വിചിത്രമായ രൂപത്തോടു കൂടിയവൻ. അതായത് അത്ഭുതം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന രൂപത്തോടു കൂടിയ ഇവൻ ആരാണ് എന്നാണ് കവിതയിൽ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? കവിതയ്ക്ക് നമ്മളൊരു പേരിടണം. നിങ്ങൾക്ക് ഇഷ്ടമായ പേര് നമുക്ക് കൊടുക്കാം. ഇവിടെ കവിതയിൽ ഇദ്ദേഹം കുമാരനാശാൻ കൊടുത്തിരിക്കുന്ന പേര് തോട്ടത്തിലെ എട്ടുകാലി എന്നാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. മരത്തിലെ കൊമ്പനെന്നോ പിന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്കതിന് നൽകാം. ഇനി നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ചേർന്ന് ഈ കവിത നല്ല ഈണത്തിൽ ചൊല്ലി ആസ്വദിച്ച് പഠിക്കുക. ഓക്കെ, ബൈ.